പാലക്കാട് വടകരപ്പതിയിൽ വയോധികയെ കൊന്നുകുഴിച്ചുമൂടിയെന്ന സംശയത്തിൽ രണ്ടുപേരെ പോലീസ് പിടികൂടിയിരിക്കുന്നു. കാണാതായ സരസാളിന്റെ മൂക്കുത്തി പ്രതികളിൽ നിന്നും കണ്ടെത്തി. ആട്ടയമ്പതി സ്വദേശി ഉദയകുമാർ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, നേരത്തെ അവർ പറയുമ്പോഴും മൂക്കുത്തിക്ക് വേണ്ടി ഒരാൾ കൊലപ്പെടുത്തുമെന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ആശ്ചര്യമുണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ മൂക്കുത്തി തെളിവ് കണ്ടെത്തിയിരിക്കുകയാണ് പ്രതികളിൽ നിന്നും. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ ഈ പ്രതികളെ, അതായത് പ്രധാനമായും ഉദയകുമാറിനെ ഇവിടെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ആദ്യം ഈ ഉദയകുമാറിന്റെ വീടിന്റെ മുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. ഇവിടെ എത്തിച്ച് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ആദ്യം ഈ ഉദയകുമാറിന്റെ വീടിന്റെ മുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. അവിടെ എത്തി കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് ചോദിച്ചറിഞ്ഞു. ഇതിനുശേഷം ഈ പ്രതികളുടെ മൊഴി അനുസരിച്ച് വീടിന് പുറത്ത് ഈ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട്, അതായത് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ ഇപ്പോൾ അവിടെ എത്തിച്ച് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാ നമുക്ക് ചിത്രത്തിൽ കാണാനാകുന്ന അമ്മയാണ് സരസാൾ. ആ അമ്മയെയാണ്, ആ മൂക്കിലിരിക്കുന്ന രണ്ട് മൂക്കൂത്തികളുണ്ട്, ആ മൂക്കൂത്തികൾ കിട്ടാൻ വേണ്ടി, അത് മോഷ്ടിക്കാൻ വേണ്ടിയാണ് പ്രതികൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതികളിൽ നിന്നും ആ മൂക്കൂത്തി കണ്ടെടുത്തിരിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ മൃതദേഹം കണ്ടെടുക്കേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെയും അവിടെ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഉദയകുമാറിനെ സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ്. ഒപ്പം മറ്റൊരു പ്രതി കൂടിയുണ്ട്, പ്രായപൂർത്തിയാകാത്ത ആളാണ് മറ്റൊരു പ്രതി. ഇപ്പോൾ ഉദയകുമാറിനെ സംഭവ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് പോലീസ് പരിശോധന അവിടെ നടക്കുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പാലക്കാട് ആട്ടയമ്പതിയിൽ നിന്നും വരുന്നത്. മൂക്കുത്തിക്ക് വേണ്ടി കൊലപാതകം നടന്നു എന്നുള്ള ഗോകുൽ, വിവരങ്ങൾ തുടരൂ. അതായത് കൊലപാതകം നടത്തിയതിനു ശേഷം സരസാളിനെ മൃതദേഹം കത്തിച്ചു എന്ന് സംശയിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഉദയകുമാറിനടുത്ത് ഇവിടെ നമുക്ക് ഈ സ്ഥലം കണ്ടാൽ അറിയാം, ഇവിടെയൊക്കെ ആകെ തന്നെ കരിഞ്ഞ് നിൽക്കുന്നുണ്ട്, പുകയടിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഈ കുളിമുറിയുടെ ഭാഗങ്ങളൊക്കെ തന്നെ ഉള്ളത്. അവിടേക്കാണ് ഇപ്പോൾ ഇയാളെ എത്തിച്ച് ഉദയകുമാറിനെ എത്തിച്ച് പോലീസ് വിവരങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് നടത്തിയത് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയുന്നത്. അതിനുശേഷം വീടിന്റെ പുറകുഭാഗത്ത് വച്ച് ഇവരുടെ മൃതദേഹം സംസ്കരിച്ചു അല്ലെങ്കിൽ കുഴിച്ചിട്ടു എന്നുള്ളതാണ് പ്രതി പോലീസിന് കൊടുത്ത മൊഴി. അതനുസരിച്ചുള്ള പരിശോധനയും ഉണ്ടാകും, മണ്ണ് മാറ്റിയുള്ള പരിശോധനയും ഉണ്ടാകും. ഇപ്പോൾ ഈ വീടിന്റെ കുളിമുറിയിലെ ഭാഗങ്ങളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ വച്ചാണ് സരസാളിനെ മൃതദേഹം കത്തിച്ചു എന്നുള്ളത് പോലീസ് സംശയിക്കുന്നത്. പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിഗമനത്തിലേക്കൊക്കെ തന്നെ പോലീസ് എത്തിയത്. ഇതിൽ കൂടുതലായി ഒരു ആധികാരികത വരികയും അതിനുശേഷം ഒരു പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുകയും. ഗോകുലിന്റെ ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്. പക്ഷെ അപ്പോഴും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ മൂക്കുത്തിക്ക് വേണ്ടിയാണോ ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരാൾ കൂടിയുണ്ട്, പ്രതികളിൽ ഒരാൾ ഉദയകുമാറിനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മറ്റൊരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. അപ്പോൾ ഇയാളുമായിട്ടുള്ള തെളിവെടുപ്പാണ് നടക്കുന്നത്. നാടാകെയും ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലാണ് നേരത്തെ മകൾ പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. മൂക്കുത്തിക്ക് വേണ്ടി അമ്മയെ കൊന്നു എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു. കൊലപ്പെടുത്തി കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അമ്മ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. സരസാൾ എന്നാണ് പേര്. തീർത്തും വയ്യാത്ത, നല്ല പ്രായാധിക്യമുള്ള അമ്മയാണ്. നമുക്ക് ആ ചിത്രത്തിൽ നേരത്തെ കണ്ടപ്പോൾ തന്നെ അത് വ്യക്തമാണ്. ആകെ അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം എന്ന് പറയുന്നത് ആ മൂക്കിൽ കിടക്കുന്ന രണ്ട് മൂക്കൂത്തി മാത്രമാണ്. ആ മൂക്കൂത്തി കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രതികൾ ഇങ്ങനൊരു കൊലപാതകം, ക്രൂരകൃത്യം ചെയ്തതെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഗോകുൽ, കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഗോകുലെ, ഈ മൂക്കുത്തിക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അത് പോലീസ് ഉറപ്പിക്കുകയാണോ? അതായത് നിലവിൽ പോലീസ് ഈ പ്രതികളുടെ മൊഴിയിൽ നിന്നും എത്തിയിട്ടുള്ള നിഗമനം അനുസരിച്ചാണ് ഈ മൂക്കുത്തിക്ക് വേണ്ടിയാണ് നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നത്. ഇവരുടെ കയ്യിൽ പക്കൽ 2 മൂക്കുത്തി ഉണ്ടായിരുന്നു. ആ മൂക്കുത്തി നിഗമനം അനുസരിച്ചാണ് ഈ മൂക്കുത്തിക്ക് വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നത്.